ഹൈ ഫ്രണ്ട്സ് കൊല്ലത്താണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് സാധാരണ യൂസ് ഈ വണ്ടികൾ എന്തൊക്കെയാണ് നമ്മൾ മഴക്കാലങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള ജെ സീരീസിന്റെ കാര്യങ്ങൾ കുറച്ചാൾ കമന്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ജെ സീരീസിന്റെ ഞാൻ ചെയ്തിട്ടില്ല, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ജെ സീരീസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള യൂസ് ഈ വണ്ടി BS6 വണ്ടി അവരെ ഓക്കെ, ജെ സീരീസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് കെയറിങ് വേണ്ട വണ്ടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് കുറച്ചും കൂടെ സെൻസർ BS6 കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം തന്നെയാണെങ്കിലും കൂടെ കുറച്ചും കൂടി ഒന്ന് കെയറിങ് കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിന്റെ മഴക്കാലങ്ങളിൽ നല്ല അടച്ച മഴയുന്ന സമയത്ത് വണ്ടി കൊണ്ട് റോഡിൽ ഇറങ്ങാതിരിക്കുക ഏറ്റവും കൂടുതൽ നന്നാവുക. പിന്നെ വലിയൊരു വിഷയമാണ് ഈ ഒരു കാറ്റഗറി വണ്ടികൾക്ക് വാട്ടർ സർവീസ് ചെയ്താൽ അല്ല കുറച്ച് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ അല്ല വെള്ളത്തിൽ കുറച്ച് നേരം ഓടിക്കഴിഞ്ഞാൽ MIL തെളിഞ്ഞു നിൽക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ MIL തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കുറച്ചൊന്ന് ഓടി നോക്കുക. സാധാരണ വാട്ടർ പ്രൂഫ് കപ്ലറാണ് എല്ലാ സെൻസറിനും കൊടുത്തെങ്കിലും കൂടെ അല്ലേ ഹൈ പ്രഷർ വെള്ളം അല്ല ഹൈ പ്രഷർ വണ്ടി ഓടിക്കുന്ന സമയത്ത് മഴവെള്ളം കയറി ചെറിയ ഇതിലൊക്കെ ആ ഒരു പിന്നെ വെള്ളം ഉള്ളിൽ കയറാനുള്ള സാധ്യതയുണ്ട്. ആ സമയങ്ങളിൽ എറർ കാണിക്കാൻ MIL തെളിയും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം എന്താ ചെയ്യാച്ചാൽ വണ്ടി കുറച്ചൊന്ന് ഓടി നോക്കുക. കയ്യിൽ നിന്ന് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം കുറച്ചൊന്ന് വെയിലത്തിടുക. വെയിൽ കൊള്ളിച്ച് ഉണക്കിയതിന് ശേഷം വണ്ടി ഓടിയിട്ടും ഒരു ദിവസമൊക്കെ ഓടിയിട്ടും പോകുന്നില്ല എങ്കിൽ മാത്രം MILന്റെ കാര്യം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അതുമാതിരി ഇതിന് UC വണ്ടികളെ മാതിരി, അതായത് UC BS4 BS6 വണ്ടികൾ സിംഗിൾ സ്പാർക്ക് പ്ലഗ് ഉള്ളൂ. അതുമാതിരി ഇതിന് ഒറ്റ സ്പാർക്ക് പ്ലഗ് മാത്രമേ ഉള്ളൂ. 20,000 കിലോമീറ്റർ എപ്പോൾ ഓടിയ വണ്ടിയാണ്. സ്പാർക്ക് പ്ലഗും അതിന്റെ അഡാപ്റ്റർ മാറ്റി കൊടുക്കുക. നോക്കുക കേട്ടോ. ഇവിടെ ഒന്ന് കാണിക്കേ. ഇതിന്റെ അഡാപ്റ്ററും കാര്യങ്ങളും മുകളിലാണ് വരുന്നത്. ശരിക്കും മഴ ചെറിയ അഡാപ്റ്റർ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ, അഡാപ്റ്ററിന്റെ ചെറിയ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ പെട്ടെന്ന് തന്നെ ഫംഗസ് കയറാനും ക്ലാവ് പിടിക്കാനും അതേമാതിരി കോൺടാക്ട് കിട്ടാനും വണ്ടിക്ക് മിസ്സിങ് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇൻസ്റ്റലേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം 20,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നിർബന്ധമായിട്ട് ഇതിന്റെ പ്ലഗിന്റെ അഡാപ്റ്റർ ഒന്ന് മാറ്റി കൊടുക്കുക. ചെറിയ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ മഴ തുടങ്ങുമ്പോൾ ഒരു വെള്ളം കൊള്ളുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ കാണിക്കുക. അതേമാതിരി ചെയിൻ സ്പ്രോക്കറ്റിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് മഴ ഇല്ലാത്ത സമയത്ത് നോർമലായി വലിയ സൗണ്ടൊന്നും ഇല്ലാതെ ഓടിയ വണ്ടിയായിരിക്കും. ഒറ്റ മഴയെടുക്കുള്ളിൽ ചെളികൾ തെറിക്കുമ്പോൾ വണ്ടി സൗണ്ട് തുടങ്ങും. അപ്പൊ സൗണ്ട് തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ മണ്ണൊക്കെ കയറിയായിട്ടുള്ള ഒരു സൗണ്ടാണ്, ജാമാകുമ്പോഴുള്ള സൗണ്ടാണ് വരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം ഒന്ന് ലൂബോ അല്ലെങ്കിൽ ഓയിലോ എന്തോ അടിച്ചിട്ട് ചെയിൻ ഒന്ന് സ്മൂത്ത് ആക്കുക. വീക്കിലി വൺസ് നിർബന്ധമായിട്ടും നിങ്ങൾ ചെയിൻ ഒന്ന് മയത്ത് ഓടുന്ന വണ്ടിയാണ് ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്യുക. അല്ലെങ്കിൽ ലൂബെങ്കിലും എന്തായാലും അടിക്കണം, ഓയിലെങ്കിലും ഒന്ന് അടിക്കണം. ഒരു ഓയിൽക്ക് വാങ്ങി വെച്ചാൽ മതി. ഓയിൽ അടിച്ചിട്ട് വയസ്സിൽ അടിക്കാൻ നിർബന്ധമായിട്ടും. മിക്കവാറും നല്ല മയത്താണ് 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും എന്തായാലും നിർബന്ധമായിട്ട് ഓയിൽ ചെയ്യേണ്ടി വരും. ആ ഓയിൽ ചെയ്തിട്ടും ആ ക്ലീൻ ചെയ്തിട്ടും ചെയിൻ്റെ ശബ്ദം മാറുന്നില്ലെങ്കിൽ മാത്രം ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അല്ല ശബ്ദം വരുമ്പോൾ അതിൽ കൊണ്ടുപോയി ഏട്ടൻ്റെ ചെയിൻ സ്പ്രോക്കറ്റിന് സൗണ്ട് ഉണ്ട്, മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ബോത്ത് ബ്രേക്ക്, ബാക്ക് ഡ്രം ബ്രേക്ക് വരുന്നുണ്ട്, ബാക്ക് ഡിസ്ക് ഡം ഒക്കെ വരുന്നുണ്ട്. 2 ആണെങ്കിലും കൂടെ 2 ബോത്ത് ബ്രേക്ക് സെയിം ടൈമിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക കേട്ടോ. ഒരു ബ്രേക്ക് മാത്രം മഴക്കാലത്ത് ഉപയോഗിക്കരുത്. വണ്ടി സ്കിഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ABS ഉണ്ടെങ്കിലും കൂടെ നമ്മൾ ഒരു ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്യാതെ ബോത്ത് ബ്രേക്ക് സെയിം ടൈമിൽ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ ചെയിൻ്റെ പ്ലേ ഓവർ ടൈറ്റോ ഓവർ ലൂസോ ഇല്ലാന്ന് നോക്കുക. 25 to 30 mm 2.5 സെന്റിമീറ്റർ മുതൽ 3 സെന്റിമീറ്ററിന്റെ ഗ്യാപ്പിലായിരുന്നു പ്ലേ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക ചെയിന്. അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ മെയിനായിട്ട് തന്നെ MIL തെളിയാനുള്ള കാരണം ഓക്സിജൻ സെൻസറാണ്. ഈ സൈലൻസറിന് മുകളിലുള്ള ഓക്സിജൻ സെൻസർ ശരിക്ക് ഇവിടെയാണ് ഓക്സിജൻ സെൻസർ. ഇതും വാട്ടർ പ്രൂഫ് കപ്ലറിനാണ് കമ്പനി കൊടുത്തേക്കുന്നത്. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ വെള്ളം ഉള്ളിൽ കയറി അപ്പോൾ തന്നെ ആ ഒരു ഇത് തെളിയാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതൊന്ന് സീൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. വാട്ടർ പ്രൂഫ് കപ്ലർ ഒരു ഹീറ്റ് സീൽഡ്, അതായത് ഹീറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന ടാപ്പ് ഉപയോഗിച്ചൊന്ന് പ്രൊട്ടക്ട് ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരിക്കും. പിന്നെ അതേമാതിരി ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഒരു ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ. ECM വരുന്ന ഈ ഭാഗമാണ് ECM. അതായത് ഒരിക്കലും വണ്ടി നിർത്തിയ സമയത്ത് സൈഡ് സ്റ്റാൻഡിലാക്കി വണ്ടി നിർത്തിയിട്ടൊക്കെ സെൻട്രൽ സ്റ്റാൻഡിൽ മാത്രം നിർത്തിയിടുക. മഴയത്ത് നിർത്തിയിട്ടാണ് തന്നെ സെൻട്രൽ സ്റ്റാൻഡിൽ മാത്രം വണ്ടി നിർത്തി, ഒരിക്കലും സൈഡ് സ്റ്റാൻഡിൽ നിർത്തിയിടരുത്. മഴ നേരെ വന്ന് താഴോട്ട് ഊർന്നിറങ്ങാനുള്ള കണ്ടീഷനിൽ മാത്രം വണ്ടി നോക്കുക കേട്ടോ. പിന്നെ അടുത്ത കാര്യം, E20 പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ വാട്ടർ ടാങ്കിൽ ഉള്ളിൽ പോകാതെ ശ്രദ്ധിക്കുക. മാക്സിമം ഒരു 2-3 മാസം കൂടുമ്പോൾ എന്തായാലും ടാങ്ക് ഒന്ന് വെച്ച് ക്ലീൻ ചെയ്യണം, നന്നായിരിക്കും മഴക്കാലത്ത്. പിന്നെ അതേമാതിരി വെള്ളം ഇവിടെ വയ്ക്കുന്ന സമയത്ത് ഇതിലെ വെള്ളം ഊർന്ന് പുറത്തേക്ക് താഴോട്ട് പോകുന്നുണ്ടോ, ഈ ഹോള് ബ്ലോക്ക് ആണോ എന്നൊക്കെ നോക്കണം കേട്ടോ. കാരണം അവിടെ ഒരു ഹോളുണ്ട്, വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല, ജെ സീരീസിൽ വരുന്നത്. അപ്പോൾ ഈ ഹോള് ബ്ലോക്ക് ആണോ നോക്കുക. ഇല്ല പിന്നെ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ചെറുങ്ങനെ വെള്ളം ഒഴിച്ച് നോക്കുക.
ഇതിൽ വെള്ളം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇതാണ് മഴക്കാലം ശ്രദ്ധിക്കാനുള്ള വേറെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കൂടെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ജയസിനും ശ്രദ്ധിക്കാനുള്ളത് കയ്യിൽ നിന്ന് അടച്ച മഴയത്ത് വണ്ടി ഓടിക്കാതെക്കുന്ന ഏറ്റവും നന്നാവുക നിർത്തിയിടുകയാണ്. ഒരിക്കലും സൈഡ് സ്റ്റാൻഡ് നിർത്തിയിട്ട് നമ്മൾ വെറുതെ മഴയുള്ള വണ്ടി അവിടെ കയറി സെൻറ്റർ സ്റ്റാൻഡിൽ എന്നോട് നിർത്തിയിടുക. അന്നേരം സൈഡിൽ നിർത്തിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉള്ളിലേക്കും ആ വയറിങ്ങിൻ്റെ ഉള്ളിലേക്കും കപ്പലിൻ്റെ ഉള്ളിലേക്കും വെള്ളം കയറാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇസിമിൻ്റെ ഭാഗത്തേക്ക് വെള്ളം പോകും. നമ്മളൊന്നും ശ്രദ്ധിക്കില്ല. വണ്ടിയെങ്കിലും സ്റ്റാർട്ട് ചെയ്യും, അങ്ങെടുത്ത് പോകും. എന്തെങ്കിലും ചെറിയ സ്ഥിരമായിട്ട് ഒരു ചെറിയ ഷോർട്ട് ചെറിയ ഇതിൽ ആദ്യത്തിന് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ആ ഇസിഎമ്മിന് മൊത്തത്തിൽ പ്രശ്നം സ്ഥിരമായിട്ട് പതിവാക്കി കഴിഞ്ഞാൽ ഇസിഎം കംപ്ലൈൻറ്റ് അടിച്ചു പോകട്ടോ. അതൊന്ന് ശ്രദ്ധിക്കാം. ഇതേ ശ്രദ്ധിക്കാനുള്ളൂ. അത് MIL തെളിഞ്ഞ് എങ്ങനെയും പോകുന്നില്ല. MIL ഓഫ് ആവുന്നില്ല എങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട വണ്ടി ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ബാറ്റിൻ്റെ നെഗറ്റീവ് ടെർമിനൽ ഒന്ന് ഒഴിവാക്കിയിട്ട് നെഗറ്റീവ് മാത്രം ഒഴിവാക്കിയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ മിനിമം ഒരു 15 മിനിറ്റ് 10-15 മിനിറ്റ് അങ്ങനെ ബാറ്ററി ഒഴിവാക്കിയിടുക. അല്ല മിനിമം ഒരു 30 സെക്കൻഡെങ്കിലും ഒഴിവാക്കിയിടുക. ഏറ്റവും മിനിമം 30 സെക്കൻഡ് ഒഴിവാക്കിയിടുക. നെഗറ്റീവ് ടെർമിനൽ ഒഴിവാക്കിയതിന് ശേഷം റീകണക്ട് ചെയ്ത് നോക്കുക. റീകണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ MIL പോകുന്നില്ല മാത്രം വർക്ക്ഷോപ്പ് കൊണ്ടായിട്ട് സ്കാൻ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ജയസിനെ ശ്രദ്ധിക്കാനുള്ള കാര്യം. അടുത്ത വീഡിയോ കൊണ്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.